മോഹൻലാൽ ചിത്രമായ മലയക്കോട്ടെ വാലിബിന് നേരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ ആരോഗ്യകരമല്ലെന്ന് ചലച്ചിത്ര നിർമ്മാതാവ് ആർ മോഹൻ. സോഷ്യൽ മീഡിയകൾ സജീവമല്ലാത്ത കാലത്ത് ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്നും നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മോഹൻ പറഞ്ഞു. മുംബൈയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ഗുഡ് നൈറ്റ് മോഹൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. മോഹൻലാൽ ലിജോ ജോസ് ചിത്രമായ മലയക്കോട്ടെ വാലിബൻ മുംബൈയിൽ 23 കേന്ദ്രങ്ങളിലാണ് പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിൽ ചിത്രത്തിന് നേരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ നിർഭാഗ്യകരമാണെന്ന് ചലച്ചിത്ര നിർമ്മാതാവ് ആർ മോഹൻ പറഞ്ഞു. അത് അറിയില്ല, കേരളത്തിൽ ഇപ്പോൾ മൊത്തം ഒരു നെഗറ്റീവ് ട്രെൻഡാണ് ഞാൻ കാണുന്നത്. എല്ലാ പടങ്ങളും എന്തെങ്കിലും ഇങ്ങനെ ഉടക്കുണ്ടാക്കി പറയും. ഇത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയൊരു സിനിമയല്ലേ. കിലുക്കം, കാലാപാനി, സ്ഫടികം, മായാമയൂരം തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളുടെ നിർമ്മാതാവായ ആർ മോഹൻ മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലുമായി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്ത് ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. അല്ല, ഞാനൊക്കെ സിനിമകാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, അതൊരു വലിയ പ്ലസ് പോയിന്റ് അല്ലേ. ഇന്ന് അവരാണല്ലോ റൂൾ ചെയ്യുന്നത് കേരളം. കെയർ ഫോർ മുംബൈ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ആർ മോഹൻ. ഇതിനകം 1000-ലധികം പേരാണ് അപ്പോളോ ആശുപത്രിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഗുണഭോക്താക്കളെന്ന് ട്രസ്റ്റ് കൂടിയായ അഡ്വക്കേറ്റ് കെ പി ശ്രീജിത്ത് പറഞ്ഞു. കോവിഡ് സമയത്ത് തന്നെ വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് കെയർ ഫോർ മുംബൈ. ഇതിൻ്റെ മെഡിക്കൽ ക്യാമ്പ് തന്നെ 6ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ്. കെയർ ഫോർ മുംബൈ പ്രസിഡന്റ് എം കെ നവാസ്, സെക്രട്ടറി പ്രിയ വർഗീസ്, ലോക കേരള സഭാംഗം പി കെ ലാലി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രേംലാൽ, കൈരളി ന്യൂസ്, മുംബൈ.